ഭൂമിയിലൊരു സ്വർഗമുണ്ടെങ്കിൽ അത് നമ്മുടെ വീട് തന്നെയായിരിക്കും അല്ലേ. ഇതാണ് എൻ്റെ വീട്. കോട്ടയം ജില്ലയിൽ മീനടം പഞ്ചായത്തിലാണ് എൻ്റെ വീട് സ്ഥിതി ചെയ്യുന്നത്. ഞാനൊരു പ്രവാസിയാണ്. എന്നും എൻ്റെ വീട് എനിക്ക് അതിമനോഹരമാണ്. മുന്നേയും ഞാൻ കുറേ വീഡിയോസ് ഇടുമ്പം എൻ്റെ അടുത്ത് കുറച്ച് ആൾക്കാരെല്ലാം ചോദിച്ചിട്ടുണ്ട് ഒരു ഫുൾ വീഡിയോ ചെയ്യുമോയെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ വീട് മൊത്തത്തിൽ ഫ്ലവേഴ്സാണ്. ഏത് വെറൈറ്റി ഓഫ് ഫ്ലവേഴ്സ് വേണമെന്നുണ്ടെങ്കിലും അത് എൻ്റെ വീട്ടിൽ ഉണ്ട്. ഇതൊക്കെ ചെയ്യുന്നത് എൻ്റെ ഫാദർ തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. കുറേ ആൾക്കാർ നമ്മളത് വഴി സൈഡിൽ കൂടെ ഒക്കെ പോകുമ്പോഴത്തേക്കിന് കുറേ ആൾക്കാർ വണ്ടി നിർത്തി വീട് കാണുകയും ആ സൗന്ദര്യം ആസ്വദിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഈ ഒരു പ്ലാന്റ് കണ്ടാൽ പ്ലാസ്റ്റിക് ആണെന്ന് പറയുന്നത്, ബട്ട് ഇറ്റ്സ് എ റിയൽ വൺ. പിന്നെ ഈ മരം എനിക്ക് തോന്നുന്നു ഇതിനൊരു 36 വർഷത്തിന് മണ്ടേ പഴക്കമുണ്ട്. ഇതൊക്കെ എൻ്റെ ചേച്ചിയുടെയൊക്കെ പ്രായത്തിനനുസരിച്ചുള്ള ഒരു മരമാണ്. പിന്നെ ആ ഊഞ്ഞാൽ അതെൻ്റെ ചേച്ചിയുടെ പ്രായമാണ്. ചേച്ചി ഉണ്ടായപ്പോൾ കെട്ടിയൊരു ഊഞ്ഞാലാണ്. പിന്നെ നമ്മൾ കയറ് മാറ്റി കൊടുക്കുന്നതേ ഉള്ളൂ. അതിൽ എല്ലാ ആൾക്കാർ വരുമ്പോഴത്തേക്കിനും അത് തന്നെ എല്ലാവരും ആടും. പിന്നെ ഈ കാണുന്ന ബാംബൂ സ്റ്റിക്ക് അത് സിമെൻറ്റ് വെച്ചിട്ട് എൻ്റെ ഫാദർ ചെയ്തത് തന്നെയാണ്. കുറേ എഫേർട്ടുണ്ട്, പക്ഷേ സ്റ്റിൽ ഇറ്റ്സ് ലുക്ക് ലൈക്ക് എ ഹെവൻ. എത്ര നമ്മൾ ഇവിടെ വന്നാലും നമുക്ക് സമയം പോകുന്ന അറിയില്ല. പിന്നെ കാണുന്ന ആ ബോട്ട് പോലത്തെ പേരെനിക്കറിയില്ല, ഇതൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. സോ ഇറ്റ്സ് ലൈക്ക് ഇങ്ങനൊരു വീട്ടിൽ നമ്മൾ വന്നിരിക്കുക എന്ന് പറയുമ്പോഴത്തേക്കിന് അതൊരു ബ്ലെസ്ഡാണ്. പിന്നെ കുരുമുളക്, നമ്മുടെ സ്വർണം, അത് നമ്മുടെ വീട്ടിലുണ്ട്. ഇവർ കൾട്ടിവേറ്റ് ചെയ്യുന്നത് തന്നെയാണ്. ഒരു വരുമാന മാർഗം കൂടിയാണ് കുരുമുളക്. എല്ലാം നോക്കി വളർത്താൻ കഷ്ടപ്പാടാണ്. ഈ വിയറ്റ്നാം പ്ലാവ് എനിക്ക് തോന്നുന്നു 10 months വിയറ്റ്നാം പ്ലാവിൽ ചക്ക ഉണ്ടാകാറുണ്ട്. അതും ഒരു കഷ്ടപ്പാടിൻ്റെ ഭാഗം തന്നെയാണ്. ഇതൊക്കെ നോക്കി വളർത്തുക എന്ന് പറയുന്നത്. ഓരോ ചെടിക്കും അതിൻ്റെതായ ഓരോ കഥകൾ കാണുമായിരിക്കും. ബിക്കോസ് ഹി മേഡ് ഇറ്റ് ലൈക്ക് ദാറ്റ്. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. ഇതൊക്കെ കാണുന്നൊരു പ്ലസൻറ്റ് ഫീലിംഗ് ആണ് രാവിലെ എണീറ്റ്, പ്രത്യേകിച്ചൊരു പ്രവാസിക്ക്. പിന്നെ എനിക്ക് തോന്നുന്നത് കറിവേപ്പില ഇതൊന്നും പണ്ട് ഞാൻ ഓർക്കുന്നുണ്ട് എത്ര കുഴിച്ചാലും ഉണ്ടാവാറില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ കറിവേപ്പില ഒരു മരം പോലെയാണ് ഉണ്ടായേക്കുന്നത്. പിന്നെ അത് എന്നെ നോക്കി നിൽക്കുന്ന, ഞാൻ പോകുമ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ഏത്തക്കൊലയാണ് ആ കാണുന്നത്. അപ്പോൾ ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും എൻ്റെ വീട്ടിലുണ്ട്. സിൻസ് ഐ തിങ്ക് 15 years ആയിട്ട് ഒരു വീട്ടിലേക്ക് വേണ്ട പച്ചക്കറികൾ എല്ലാം തന്നെ ഉണ്ട്. ചിലപ്പോൾ മഴ ആകുമ്പോഴത്തേക്കിന് ഇതൊക്കെ കുറച്ചൊക്കെ പോവായിരിക്കും, ബട്ട് സ്റ്റിൽ ദേ ആർ ടേക്ക് കെയർ ഓഫ് ഓൾ തിങ്സ് സച്ച് എ നൈസ് വേ. അത് ബ്രിഞ്ചാളാണെന്ന് ഉണ്ടാകുന്നതേ ഉള്ളൂ. ദ എഗ് പ്ലാൻ, കറ്റാർ വാഴ, വൺ ഓഫ് ദ പ്രഷ്യസ് തിങ് കോവയ്ക്ക, ഇതും എന്നെ നോക്കിച്ചിരിക്കുന്നതാണ്. അങ്ങനെ പിന്നെ യാം കിടക്കുന്നു. ഇത് ചീര, ചുമന്ന ചീര. യെസ്, എവറിത്തിങ് ഈസ് ദെയർ. നല്ല ഭംഗിയില്ല കാണാനായിട്ട്. പിന്നെ കാന്താരി മുളക്, കപ്പയുടെ കൂടെ കാന്താരി മുളക് പൊട്ടിച്ച് കഴിക്കാൻ പൊളിയാണ്. കുരുമുളകാണ് ഈ കാണുന്നതൊക്കെ. വാഴ, ഞാൻ വേറെ സാധനം കാണിച്ചിട്ടാ. നമ്മുടെ മുകളിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കുള്ള വ്യൂ ആണ്. നല്ല പൂത്ത് നിൽക്കുന്ന നല്ല മാവുണ്ട്. എന്ത് മാവാണെന്ന് എനിക്കറിയില്ല, പക്ഷേ അടിപൊളി മാങ്ങയാണ്, കഴിച്ചിട്ടുണ്ട് ഞാൻ. അങ്ങനെ പിന്നെ കാണുന്നതെല്ലാം കുരുമുളകാണ്. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. കുറേ കഷ്ടപ്പാടുണ്ട് കേട്ടോ. ഇതും എനിക്ക് തോന്നുന്നു ഇറ്റ്സ് ലൈക്ക് പെട്ടെന്നുണ്ടായൊരു തെങ്ങാണ്. ഇപ്പോൾ കുറേ കായ ഇതിലുണ്ട്. ഇതാണ് ഒരു നമ്മുടെ മേലെ നോക്കുമ്പോൾ ഒരു വ്യൂ ആണ് ഇത്. പിന്നെ ഇത് നമ്മുടെ തന്നെ സ്റ്റേറ്റ് പാർക്ക്, അത് നമ്മുടെ അവിടെ തന്നെ ഉണ്ടായതാണ്. ഇത് കരിക്ക്. See, it's very beautiful while seeing from the balcony. It's very neat and clean. ഇതാണ് ഞാൻ പറഞ്ഞ ആ വർഷങ്ങൾ പഴക്കമുള്ള ഞങ്ങളുടെ മരം, കറുവ തണ്ട് നമ്മൾ ചിക്കനകത്തൊക്കെ ഇടത്തില്ല കാണാം. അപ്പോൾ ഇതൊക്കെ ചെയ്തതിന് എൻ്റെ ഫാദറിന് കർഷകശ്രീ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്.